പ്രിയങ്കയുടെ ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് പ്രിയങ്കയും അമ്മയും കുട്ടിയും കൂടാണ് വീട്ടിലുള്ളത്. പിന്നെ മരുമകൻ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് വരുന്നത്. ഈ വട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ്റെ കൂടെ 2 കൂട്ടുകാരും വീട്ടിൽ താമസിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പ്രിയങ്കയ്ക്ക് ഭർത്താവിൻ്റെ പ്രവൃത്തി അത്ര പിടിച്ചില്ല. പക്ഷേ അമ്മായിമ്മയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മരുമകൻ്റെ കൂട്ടുകാരും വരുന്നുണ്ടല്ലോ. ശരിക്കും എന്താണ് ആ വീട്ടിലെ ദുരൂഹത? നമുക്ക് പ്രിയങ്കയുടെ മേലേക്കൊന്ന് കിടക്കാം. മാഡം, എൻ്റെ പേര് പ്രിയങ്ക. യഥാർത്ഥ പേരല്ല. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. എനിക്ക് 28 വയസ്സുണ്ട്. ഒരു കുട്ടിയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒറ്റ മോളായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്ക് ഹസ്ബൻഡ് വന്ന് താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ സന്തോഷമാണ്. പണ്ട് തൊട്ടേ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഇതൊരു അറേഞ്ച്ഡ് മാരേജാണ്. വിവാഹം കഴിഞ്ഞ് 3 മാസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിശേഷമുണ്ടെന്ന് അറിയുന്നത്. ആകെ കൂടി ടെൻഷനായി. കാര്യം ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് വരാനേ നടക്കുകയുള്ളൂ. അത്രയ്ക്കും ബിസിയായുള്ളൊരു മേഖലയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അമ്മയെ വിളിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ മോളെ ഞാൻ നോക്കിക്കോളാം, ഒരു പ്രശ്നം ഉണ്ടാകില്ല, നീ പതുക്കെ ലീവ് കിട്ടുമ്പോൾ വന്നാൽ മതി, ഇവിടെ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എൻ്റെ അമ്മയ്ക്ക് 50 വയസ്സിന് താഴെ പ്രായമേ ഉള്ളൂ. അതുമാത്രമല്ല, അവരുടെ 21ാമത്തെ വയസ്സിലാണ് ഞാനുണ്ടായത്. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പോഴും ചെറുപ്പക്കാരിയായി ചുറുചുറുക്കോടെ ഓടി നടക്കുകയാണ്. അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്. അത്യാവശ്യം 2-3 ഏക്കർ റബ്ബർ തോട്ടമുള്ള ആളുകളാണ് ഞങ്ങൾ. പണ്ട് തൊട്ടേ അതാണ് വരുമാന മാർഗം. അച്ഛൻ മരിച്ചെങ്കിലും ഞങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടേയില്ല. അമ്മ പിന്നീട് ഒരു കല്യാണം കഴിക്കാനൊന്നും മുതിർന്നില്ല. എന്നെയും വളർത്തി ജീവിക്കുകയായിരുന്നു. തൻ്റെ അടുത്തോടു കൂടിയാണ് എന്നെയും വളർത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്കും പ്രേമബന്ധങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുൽസിത പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടായില്ല. എൻ്റെ അമ്മ ഒരിക്കൽ പോലും ഭർത്താവ് മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കഥകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വളരെ ആഹ്ലാദവതിയാണ്. ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അമ്മ ഒരിക്കലും അച്ഛൻ്റെ മരണത്തിൽ ദുഃഖിച്ച് കണ്ടിട്ടില്ല. എല്ലായ്പ്പോഴും വരുന്നത് വരട്ടെ എന്നുള്ള ചിന്താഗതിക്കാരിയാണ്. ആ തൻ്റെ ഇടം എനിക്കും വേണമെന്ന് അമ്മ എപ്പോഴും പറയും. ഹസ്ബൻഡ് എന്നോട് വളരെ സ്നേഹമുള്ള ആളാണ്. എൻ്റെ സ്വപ്നത്തിലെ പോലൊരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സന്തോഷം. പക്ഷേ ഗൾഫിലാണ്. ഗൾഫിലുള്ള ജോലി കളഞ്ഞിട്ട് വരാനും പറ്റില്ല. ഈ 2 വർഷം കൂടിയിരിക്കുമ്പോൾ കാണുന്നത് ഇത്തിരി കഠിനം തന്നെയാണ്. വിരഹം, അത് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രശ്നം. വേറെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളുമില്ലായിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഹസ്ബൻഡ് ലീവിന് വന്നു. അപ്പോഴും സന്തോഷം തന്നെ. അത് കഴിഞ്ഞ് പോയിട്ട് ഹസ്ബൻഡ് 6 മാസത്തിന് മുമ്പാണ് ലീവിന് വന്നത്. അന്ന് 3 മാസത്തെ ലീവാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് കേൾക്കില്ല. പക്ഷേ എൻ്റെ അമ്മ ഉടനെ ഫോൺ വാങ്ങിച്ച്, എടാ അങ്ങനെയല്ല, അവൾ പറഞ്ഞത് നീ കേൾക്കണം, ഇതാണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് സമ്മതിക്കും. ഞാൻ ചോദിക്കും, ഞാൻ പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കില്ല, എൻ്റെ അമ്മ പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എങ്ങനെയാണ് സമ്മതിക്കുന്നതെന്ന്. അതിന് എനിക്ക് അമ്മയില്ലല്ലോടി. അപ്പം അമ്മ പറയുമ്പോൾ എൻ്റെ അമ്മ പറയുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്, അതുകൊണ്ടാണ് സമ്മതിക്കുന്നതെന്ന് പറയും. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അമ്മയോട് ഞാൻ പറയുമായിരുന്നു. അത്രയ്ക്ക് അടുപ്പമാണ് അവർ തമ്മിൽ. അതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം ഹസ്ബൻഡ് ലീവിന് വന്ന് പിറ്റേ ദിവസം തന്നെ 2 കൂട്ടുകാർ അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാൻ വന്നു. 2 ചെറുപ്പക്കാരാണ്. കൂടി വന്നാൽ ഒരു 30 വയസ്സ് കാണും. കണ്ടാൽ അതീവ സൗന്ദര്യമുള്ള 2 ആൺകുട്ടികൾ. അമ്മയ്ക്കവർ കുട്ടികളാണ്. പക്ഷേ എനിക്ക് എൻ്റെ സെയിം പ്രായമുള്ള ആളുകളായതുകൊണ്ട് എന്തോ ഒരു വൈക്ലഭ്യം പോലെ. എന്തായാലും അവർ 2 പേരും സ്വതന്ത്രരാണ്. പിന്നെ അവരുടെ നാട്ടിൽ മലകളും വനങ്ങളും ഒന്നുമില്ല. അത് കാണാനാണെന്ന് പറഞ്ഞാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഭർത്താവ് 3 മാസം കൂടുണ്ടാകും. ആ 3 മാസത്തിൽ ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും ഹസ്ബൻഡിനെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് വയ്യാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ താമസിക്കുന്നത്. എന്നിട്ട് അവരെല്ലാം കൂടി കറങ്ങാൻ പോകും. ഞാൻ പറയും, എവിടെയും പോയി താമസിക്കരുത്, ഇത്തിരി ലേറ്റ് ആയാലും വീട്ടിൽ തിരിച്ചു വന്നോണം, ഇല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം അറിയുമെന്ന് പറയും. കാര്യം ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ വന്ന് ആ സമയങ്ങളൊക്കെ അപഹരിക്കുന്നത്. ഒരു ദിവസം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. 2 കുഞ്ഞു പിള്ളേര് അവർ വന്നിട്ട് ഇതൊക്കെ കാണുമെന്ന് പറയുമ്പോഴേക്കും നീ എന്തിനായിട്ട് തടസ്സപ്പെടുത്താൻ പോകുന്നത്? അവൻ രാത്രി ആകുമ്പോൾ വരുന്നില്ലേ? 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് വരുന്നില്ലേ ഉള്ളൂ. അതിനെന്താ? നിന്റെ കാര്യങ്ങൾക്ക് നിനക്ക് അത്രയും നേരം പോരെ? അത് 24 മണിക്കൂറും ഭർത്താവും നീയും കൂടെ മുറിക്കകത്ത്
കഥ കടച്ചിരിക്കുന്നതാണോ നിന്റെ പ്രേമം? എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പിന്നല്ലാതെ ആണുങ്ങൾ അങ്ങനെയാണ്, 24 മണിക്കൂർ വീട്ടിലൊന്നും ഇരിക്കില്ല. അവരുടെ കൂട്ടുകാരുമൊത്ത് കറങ്ങാനൊക്കെ പോകും. അവന് വേറെ ദുസ്വഭാവമൊന്നുമില്ലല്ലോ. ഇവിടെ വന്നിട്ടില്ലേ കള്ളു കുടിക്കുകയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്? അവരൊന്ന് കറങ്ങി നടക്കട്ടെ, ആ പിള്ളേർ നാടൊക്കെ കാണട്ടെ. നിനക്കെന്താണ് ഇത്ര അസൂയ? നിന്നെയും കൊണ്ട് അങ്ങ് കറങ്ങി നടന്നു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമാകുമോ എന്ന് ചോദിച്ചു. അമ്മയും ഞാനും കൂടെ ഉടക്കായി. എൻ്റെ ഭർത്താവ് എന്നെ കൊണ്ട് കറങ്ങി നടന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി 24 മണിക്കൂറും വാവിന് പശു കാണിക്കുന്ന പോലെയുള്ള ഇളക്കം കാണിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആണുങ്ങൾക്ക് വെറുപ്പ് തോന്നുകയുള്ളൂ. ഇങ്ങനെ രാത്രി വരുന്നുണ്ടല്ലോ, അത് പോരെന്ന് ഞാൻ മുമ്പേ ചോദിച്ചത്. പിന്നെ എന്നെക്കൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യിക്കണോ എന്ന് ചോദിച്ചാണ് ഞങ്ങൾ വഴക്കുണ്ടാക്കിയത്. ഞാനിപ്പോൾ കടന്ന കൈക്ക് ഒരു കാര്യം അങ്ങ് പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെ അറിയാനാണ്? അമ്മയുടെ നല്ല പ്രായത്തിൽ അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. അത് മാത്രമല്ല, അച്ഛനെക്കുറിച്ച് പറയുമ്പോഴേക്കും അമ്മയ്ക്ക് ഒരു സങ്കടവുമില്ല. ഭർത്താവ് മരിച്ചു പോയതിൽ അമ്മയ്ക്ക് സന്തോഷമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ആർക്കറിയാം. എന്തായാലും അമ്മയുടെ ഭർത്താവിനോടുള്ള ആറ്റിറ്റ്യൂഡ് പോലെയല്ല എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്. അവിടെ ഒരു ആറ്റിറ്റ്യൂഡ്. എടീ, നിന്റെ ഇളക്കം എനിക്ക് വന്നപ്പോഴേ മനസ്സിലായി. എന്നാലേ എനിക്ക് 2 പിള്ളേരെയും നന്നായി ഇഷ്ടപ്പെട്ടു. അവർക്ക് 2 പേർക്കും അവൻ ഇവിടെ എല്ലാം കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് 3 മാസവും ആ പിള്ളേരെ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. നിനക്കിഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ, ഇവിടുന്ന് വേറെ എവിടെങ്കിലും പോയി താമസിക്ക് എന്ന് പറഞ്ഞായിരുന്നു വഴക്കം. എന്തായാലും ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആഴ്ചയിൽ 2-3 ദിവസം ആ പിള്ളേർ വരും. എന്നിട്ട് അവരുടെ കൂടെ കറങ്ങാനും പോകും. ഒരു ദിവസം 4 മണി ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒരുങ്ങുന്നു. ഞാൻ ചോദിച്ചു, അമ്മ എവിടെ പോകുക? അയ്യോ, കുട്ടികൾ 2 പേരും ഇപ്പം വരും. എടി, എൻ്റെ മരുമൻ എന്നോട് പറഞ്ഞു, ഒരുങ്ങി നിൽക്കമ്മേ, നമ്മൾ ഇന്നൊന്ന് കറങ്ങാൻ പോയിട്ട് നേരത്തെ വരും കേട്ടോ. അമ്മ വാ, അമ്മയ്ക്ക് മല കയറാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞുടി, എനിക്ക് മല കയറാൻ ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അതിനും ചേട്ടൻ ഇപ്പോൾ പുറത്ത് പോയതല്ലേ ഉള്ളൂ, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. സൂപ്പർ മാർക്കറ്റിൽ പോകണമെന്ന് പറഞ്ഞ് പോയതല്ലേ. എന്നിട്ട് ഈ വിവരമൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിനക്ക് കാട് കാണാൻ ആഗ്രഹമുണ്ടോ? മല കാണാൻ ആഗ്രഹമുണ്ടോ? എടി, നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊള്ളാവുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് മോൻ നിന്നെ വിളിക്കാതിരുന്നത്. ഞാനും പിള്ളേരും അവനും കൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പോയിട്ട് വരുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്കും ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. അമ്മയുടെ ഒരുക്കവും ചാട്ടവും തുള്ളലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കാട് കാണാൻ പോകുന്ന പോലെ എനിക്ക് തോന്നില്ലല്ലോ. 2 ചെറുപ്പക്കാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണല്ലോ ആകെ മാറിയത്. അമ്മയേക്കാൾ എത്ര ചെറുപ്പമാണ് ഞാൻ. എന്നിട്ടും അന്യ പുരുഷന്മാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നു. അമ്മയാണെങ്കിൽ പിള്ളേരെ കണ്ടപ്പോഴേക്കും എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങുക. ഏത് വകയിലാ 2 തടിമാടൻ ആണുങ്ങൾ അമ്മയ്ക്ക് കുട്ടികളാകുന്നത്? അമ്മ അവർക്ക് പാല് കൊടുത്ത് വളർത്തിയതാണോ അതോ തൊട്ടിലിട്ട് ആട്ടിയതാണോ? അമ്മയുടെ ഇളക്കം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതിനല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു. എടി, നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. അതിൻ്റെ പച്ച മലയാളം ഞാൻ പറയുന്നില്ല. അമ്മ പറഞ്ഞ പ്രശ്നം എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ ഭർത്താവിനോടാണുള്ളത്. ഭർത്താവിനോട് ഭാര്യയ്ക്ക് എന്തുമാകാം. പക്ഷേ അന്യപുരുഷന്മാരെ കാണുമ്പോഴേക്കുമുള്ള ഈ തുള്ളാട്ടം അത്ര നല്ലതിനല്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഹസ്ബൻഡ് ഇങ്ങി വന്നു. കാറിൽ നിന്ന് ഇറങ്ങി ഹസ്ബൻഡ് അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മൾ പോകാൻ റെഡിയല്ലേ? അവന്മാർ 10 മിനിറ്റിനുള്ളിൽ വരും. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ വിളിക്കുന്നില്ലേ? അതിന് നിനക്ക് ഇഷ്ടമല്ലല്ലോ. നിനക്കൊന്നും കാണുന്ന ഇഷ്ടമല്ല, ഞങ്ങളുടെ വരുന്നതും ഇഷ്ടമല്ല. പിന്നെ എന്തിനാ നിന്നെ വിളിക്കുന്നത്? അമ്മയ്ക്കാണെങ്കിൽ ഈ കാര്യത്തിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. ഈ രാത്രിയിൽ നിങ്ങൾ എവിടെ പോയിക്കാണ്? എടി, രാത്രിയൊന്നും ആയില്ലേ, വെറും വൈകുന്നേരം ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഞങ്ങളിങ്ങി വരും. ഒരു 8:30 അല്ലെങ്കിൽ 9 മണി മാക്സിമം. അപ്പോഴേക്കും അമ്മ പറയാൻ തുടങ്ങി, എൻ്റെ പൊന്നു മോനെ, നമ്മളെല്ലാം കൂടെ പോകുന്നെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്ക് അസൂയ മൂത്തു. ഇവളാണെങ്കിൽ നിന്റെ കൂട്ടുകാരന്മാരില്ലേ 2 പിള്ളേര്, അവരെയും എന്നെയും ചേർത്ത് എന്തൊക്കെ അപവാദങ്ങളും ചീത്ത വാക്കുകളുമാ ഇപ്പം പറഞ്ഞെന്നറിയാമോ? എടാ, ഇവൾക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ പൊന്നു മോനെ, നിനക്ക് ഞാൻ ഇവളെ കെട്ടിച്ചു തരില്ലായിരുന്നു. ഇതിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു. ഞാൻ ഒരുങ്ങി നിങ്ങളോട് വരുന്നത് കണ്ടപ്പോൾ ഇവൾ പറയുകയാണ്, 3 ആണുങ്ങളെ മയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത്, അല്ലാതെ കാടും മലയൊന്നും കാണാൻ വേണ്ടി വരുന്നതല്ലെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പൊട്ടിച്ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അമ്മ ഇപ്പോഴും സുന്ദരിയല്ലേ? അമ്മ ഞങ്ങളെ അങ്ങ് മയക്കുകയാണെങ്കിൽ മയക്കട്ടെ. ഇവിടെ കരഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമുക്ക് പോയി അടിച്ചു പൊളിക്കാമേ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയുടെ മുഖം തെളിഞ്ഞു. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, പോ മനുഷ്യ, ഇങ്ങി വാ, ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ താടിയിൽ ഒന്ന് നുള്ളിയിട്ട് പറഞ്ഞു,
നീ വിഷമിക്കട്ടാടി, 12 മണിക്ക് മുമ്പ് ഞങ്ങളിങ്ങി വരും. 12 മണിയോ? 9:30 വരാമെന്നല്ലേ പറഞ്ഞത്? ആ, അതിനൊക്കെ മുമ്പ് ഞങ്ങൾ വരും. വെറും 4 മണിക്കൂർ, അത്രയേ ഉള്ളൂ അല്ലേ അമ്മേ? ആ, അത് ശരിയാടാ. 12 മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ അമ്മയെ മുഖം കൊട്ടി കാണിച്ചു. അമ്മയും എന്നെ ഒരു ഗോഷ്ട് കാണിച്ചിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവരുടെ കൂടെ കയറിപ്പോയി. മാഡം, തിരിച്ച് രാത്രി 10 മണിയായപ്പോഴാണ് അവർ വന്നത്. ഞാൻ എല്ലാം വെച്ച് കാത്തിരുന്നു. അപ്പോഴുണ്ട് 4 പേരും കൂടി വന്നു കയറുന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും നടക്കാൻ വയ്യ. ഞാൻ ചോദിച്ചു, അമ്മേ എന്ത് പറ്റി? BP വല്ലതും കൂടിയെന്ന്. ആർക്കടി ഇവിടെ BP? ഞാനെന്താ പ്രായമായോ? ഞാനിപ്പോഴും ചെറുപ്പക്കാരിയാ എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനെയും കൂട്ടുകാരെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇത്തിരി പൂസായിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, ഷോ മോനാണെങ്കിൽ എന്നെ വിളിച്ചോണ്ടൊരു ഷാപ്പിൽ പോയി. എൻ്റെ പൊന്നുമോളെ എടി, എന്തെല്ലാം വിഭവങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരു കള്ള് വാങ്ങിച്ചെന്നു. എന്താ മോനെ കള്ള്? മുന്തിരിക്കള്ള. എടി മോളെ, എന്തോ ഒരു ടേസ്റ്റാണെന്നറിയാമോ? നല്ല സ്വയംപൻ സാധനം. പിന്നെ അത് മാത്രമല്ല, നല്ല മധുരവും. കള്ളാണെന്ന് പറയുകയില്ല. അപ്പോൾ ഇതിനു മുമ്പ് അമ്മ കള്ള് കുടിച്ചിട്ടുണ്ടോ? ഇതിനു മുമ്പൊന്നും ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം കുടിച്ചത് അടിപൊളിയെന്ന് പറഞ്ഞു. അമ്മയില്ലേടി, ഞാൻ പറഞ്ഞതാണ് അത്രയും കുടിക്കണ്ടെന്ന്. പക്ഷേ അമ്മ മടുമടാന്ന് കുടിച്ചു. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? ഈ അമ്മയും കൊണ്ട് പോയിട്ട് കള്ള് വാങ്ങിച്ചു കൊടുത്തെന്ന് പറയാൻ വേണ്ടിയിട്ട്? ഇതൊക്കെ സംസ്കാരമുള്ള ആൾക്കാരുടെ പ്രവൃത്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും 2 കൂട്ടുകാരന്മാരും ഒന്നിച്ചമ്മി. ഞാൻ അവരെ ഓർത്ത് പറഞ്ഞു, ആ നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് പോകൂ, എന്നിട്ട് കുളിച്ചിട്ട് വാ, അത്താഴം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അത്താഴം മുത്താഴം ഒന്നും വേണ്ട, ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. പക്ഷേ ആ 2 കൂട്ടുകാരും പറഞ്ഞു, അതിനെന്താ ചേച്ചി, ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് കഴിക്കണം, ചേച്ചി വെച്ചതാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു സന്തോഷം തോന്നി. എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണെങ്കിലും അവർ എന്നെ മതിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഭർത്താവും എൻ്റെ അമ്മായിയും വേണം എന്നെ കൺസിഡർ ചെയ്യാത്തതും എനിക്ക് നല്ല ദേഷ്യം വന്നു. അമ്മയെ ഞാൻ പതുക്കെ റൂമിലേക്ക് പിടിച്ചുകൊണ്ട് കിടത്തി. ഹസ്ബൻഡിനെ രൂക്ഷമായി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ചൂളിപ്പോയി. ഇനിയിപ്പോൾ കുളിച്ചിട്ട് വരുമായിരിക്കും. ഞാൻ പക്ഷേ അമ്മയുടെ കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മ കട്ടിലിരുന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴില്ലേ, അമ്മയുടെ സാരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അലക്ഷ്യമായി കിടക്കുന്നു. ഒരു സ്ത്രീക്ക് എന്തായാലും വേറൊരു സ്ത്രീയുടെ ഇത്തരം കാര്യങ്ങൾ അത് അമ്മയാണെങ്കിൽ മനസ്സിലാകുമല്ലോ. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ സത്യം പറ, എന്തോ സംഭവിച്ചിട്ടില്ലേ? ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചു. അപ്പം അമ്മ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഓ അങ്ങനൊന്നും ഇല്ലടി. പിന്നെ ചെക്കന്മാർ 2 പേരും ഭയങ്കര കുസൃതിക്കാരാണ്. അവർ കുസൃതി കാട്ടിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കുസൃതിയെ കാണിച്ചത്? അമ്മ സത്യം പറഞ്ഞു. എന്തിനാ അമ്മ അവരുടെ കൂടെ പോയത്? അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുകയാണ്, എടി ഞാൻ അവരുടെ കൂടെ പോയത് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പച്ച മലയാളത്തിൽ നിനക്ക് കുഴപ്പമാണെന്നും ആ കുഴപ്പം എനിക്കുമുണ്ട്. ചോരയെ നീരുമുള്ള 2 ആമ്പിള്ളർ വന്നിട്ട് ഞാൻ സുന്ദരിയാണെന്നും എൻ്റെ പ്രായത്തിനൊത്ത ഒരു ഭംഗിയിൽ എനിക്കുള്ളത് അതിലും ചെറുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇളക്കം തോന്നി. അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അമ്മയായിട്ടിരുന്നു. മുന്തിരിക്കള്ള് കുടിച്ച ശേഷം ഞാൻ അവരുടെ അമ്മയായിരുന്നില്ല, ഞാൻ അമ്മായിയായി. ഒന്ന് നൃത്തമാടി. അമ്മായിയോ? അവർക്ക് തണലൊരുക്കുന്ന ഒരമ്മായിയായിട്ട് ഞാനങ്ങ് മാറി. ഒരുത്തൻ പുറകിലിരിക്കുകയായിരുന്നു. ഞാൻ ഇത്തിരി ഒന്ന് ഫിറ്റായല്ലോ. അവനാണെങ്കിൽ എൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു വന്നു. ആദ്യം എനിക്ക് ഇറിറ്റേഷൻ തോന്നിയെങ്കിലും നല്ല ഭംഗിയുള്ള ചിക്കനല്ലേ. അവനാണെങ്കിൽ എൻ്റെ കൈകളെടുത്ത് വെച്ച് താലോലിക്കാൻ തുടങ്ങി. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഇല്ലേ മോളെ, പതുക്കെ മുന്നിലിരിക്കുന്ന 2 പേരും കാണാതെ പോപ്പോ അടിക്കാൻ തുടങ്ങി. ഞാനപ്പോൾ ശരിയാകില്ല, മരുമകന് മുന്നിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ല, ഞങ്ങളെല്ലാവരും തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലാണെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, എന്താ അമ്മ അവിടെ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എടാ എനിക്കൊന്നും അറിയില്ല, ദേ ഇവനെന്തൊക്കെയോ കുസൃത്തരങ്ങൾ കാണിക്കുന്നുവെന്ന്. അപ്പോൾ നിന്റെ ഭർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ എടാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കടക്കരുത്, അമ്മയ്ക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എടാ എനിക്കും സത്യം പറഞ്ഞാൽ ഒന്നും അറിയില്ലെന്ന്. അപ്പം പ്രശ്നമില്ല അമ്മേ, കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ 4 പേര് മാത്രമേ ഇതറിയുകയുള്ളൂ, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇവർക്ക് 2 പേർക്കും അമ്മയെ കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മയ്ക്ക് കൂടി ഇത്തിരി താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ഇടയിൽ ഇത് സീക്രട്ടായിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ അമ്മ നടന്നത്? ഇത്തിരി കഴിഞ്ഞപ്പോഴില്ലടി മുന്നിലിരുന്ന അവൻ്റെ കൂട്ടുകാരനും കൂടി പുറകിൽ വന്നിരുന്നു.
എൻ്റെ ഇടവും വലവും രണ്ട് സുന്ദര കുട്ടുപ്പന്മാർ. സത്യം പറഞ്ഞാൽ ആ ലഹരിയിൽ ഞാൻ മതി മറന്നുപോയി. അവർ വെറുതെ ഇരിക്കുമോ? എന്നെ അവർ രണ്ടുപേരും നന്നായി ഓമനിച്ചു, ലാളിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് കൺട്രോൾ കിട്ടിയില്ല മോളെ. ഞാനും രണ്ടു പേർക്കും ഒന്നുയരാനുള്ള ശ്രമത്തിനായി എൻ്റെ കൈകൾ നീട്ടി. ഞാൻ ഓർക്കുകയാണ് പണ്ട് കാലത്ത് ഞാൻ അനുഭവിച്ചത്. ഓ, അതൊന്നും ഒന്നുമല്ല. ഇപ്പോഴുള്ള പിള്ളേർക്കില്ലേ അപൂർവമായ വളർച്ചയാ മോളെ. ആ വളർച്ച കണ്ട് എൻ്റെ രണ്ട് കൈകളും അതിദ്രുതം അങ്ങ് പ്രവർത്തിച്ചു. അവന്മാർ വെറുതെ ഇരിക്കുമോ? അവന്മാരും എനിക്ക് വേണ്ടി ഒരു അറ്റകൈ പ്രയോഗങ്ങളിലേക്ക് അങ്ങ് കടന്നു. ചുരുക്കം പറഞ്ഞാൽ 3 പേരും കൂടി അവിടെ പുറകുവശത്ത് നല്ല താളമേളമായിരുന്നു ഇങ്ങി വരെ. പക്ഷേ മരുമകനില്ലേ അതൊക്കെ കണ്ട് ഇടയ്ക്ക് ഓരോ കമൻറ്റുകളിരുന്ന് ആസ്വദിച്ചതല്ലാതെ നീ അവനെ സംശയിക്കരുതേ. അവനങ്ങനൊന്നുമില്ല. പക്ഷേ അവൻ്റെ കൂട്ടുകാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ നിനക്കൊരു കാര്യം അറിയാമോ? അവന്മാർ നിന്നെ കാണാനല്ല ഇങ്ങോട്ട് വരുന്നത്, നിന്റെ ഭർത്താവിനെ കാണാനുമല്ല ഇങ്ങോട്ട് വന്നത്. എന്നെ കണ്ടപ്പോഴേ 2 പേർക്കും തലയ്ക്ക് മത്ത് പിടിച്ച പോലെയായി. അവന്മാർ 2 പേരും എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. എങ്ങനെയെങ്കിലും ഞാനുമായി ഒരു സൗഹൃദ സംഗമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ തുടർച്ചയായിട്ട് വരുന്നത്. അല്ലാതെ അവർക്ക് കാടും മലയും ഒന്നും കാണണ്ട. അവരെന്നോട് പറഞ്ഞത് താഴ്വാരവും പുൽക്കാടുകളും പുൽക്കാട്ടിനുള്ളിലെ ഗുഹയും നീരുറവയും കണ്ടാൽ മതിയെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ നീ ഒന്ന് ഓർക്കണം, എൻ്റെ ഒരു വാല്യൂ, എൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞിട്ടില്ലടി, ഇടിഞ്ഞിട്ടേയില്ല. അമ്മേ, കള്ളു കുടിച്ച ലഹരിയിൽ അമ്മ എന്തൊക്കെ തോന്നിവാസങ്ങളെ വിളിച്ച് പറഞ്ഞെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എടി, എനിക്കിപ്പോൾ നല്ല ബോധവുമുണ്ട്. നീ എനിക്ക് ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. നീ നിന്റെ ഭർത്താവിനെ നോക്കി ജീവിക്കുക. എൻ്റെ കാര്യത്തിൽ ഇനി ഇടപെടാൻ വരരുത്. മോൻ്റെ ലീവ് തരാൻ ഇനി 2 മാസങ്ങളുണ്ട്. ഇവന്മാർ 2 പേരും ഇനിയും വരും. ആ സമയത്ത് മിക്കവാറും എൻ്റെ മുറിയിൽ അവർ വരും പോകും. നീ ഇത് ശ്രദ്ധിക്കരുത്. നീ നിന്റെ ഭർത്താവുമായി മുറിക്കകത്ത് കഴിയുക. അതാണ് നീ എന്നോട് ചെയ്യേണ്ട വലിയൊരു ഉപകാരം. നീ പറഞ്ഞല്ലോ 2 ചോരയും നീരുമുള്ള ചെറുപ്പക്കാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മത്തിളകിയെന്ന്. ഇളകിയടി, എനിക്ക് ഇളകിയെങ്കിൽ ഞാനെല്ലാം കലയ്ക്ക് പുറത്ത് കളയും. അത്രയേ ഉള്ളൂ. നിനക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ. എൻ്റെ ബോഡി, എൻ്റെ അവകാശം, അത്രയേ ഉള്ളൂ. അല്ലാതെ നീ ഇതിൽ ഇടപെടാൻ വരേണ്ട കാര്യമില്ല. എൻ്റെ മരുമകനില്ലാത്ത ദണ്ണം നിനക്ക് തോന്നേണ്ട കാര്യമില്ല. പിന്നെ അവൻ നിന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. എന്നെ അവൻ ശ്രദ്ധിക്കുന്നുമില്ല. നീ അതോർത്ത് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പിള്ളേർക്ക് 2 പേർക്കും കുടുംബവുമില്ല, ഭാര്യമാരുമില്ല, സ്വതന്ത്രരാണ്. അതുകൊണ്ട് നിന്നെ ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തല പെരുക്കുന്ന പോലെ തോന്നി. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത്താഴമൊക്കെ കഴിച്ച് ഹസ്ബൻഡിനോട് പിന്നീട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന്. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരല്ല, നിന്റെ അമ്മയാണ് അവന്മാർ വന്നപ്പോൾ മുതൽ അനാവശ്യമായ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്നതും. അവരത് ആദ്യമേ പറയുകയും ചെയ്തു. നിനക്ക് തോന്നിട്ടില്ലെന്ന് ചോദിച്ചു. ഉണ്ട് ചേട്ടാ, തോന്നിയിട്ടുണ്ട്. ആ, കാല് കയറി കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണ് ആ ചെക്കൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ്, കള്ളുഷാപ്പിൽ കയറി ഇത്തിരി കള്ളു കുടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ കൈയാണ് അനങ്ങി തുടങ്ങിയത്. ഞാൻ കണ്ടതാണ്. തേടിപ്പോയ പാമ്പിനെ പൊത്തിൽ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ പാമ്പ് അടങ്ങിയിരിക്കുമോ? ഇല്ല, പത്തി വിടർത്തി നന്നായി ചീറ്റും. അതാണ് സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ 2 പേരും കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പുറത്തിരുന്ന ആൾക്കും ഇൻട്രസ്റ്റ് കൂടി. അവൻ പോയി പുറകിലിരുന്നു. അമ്മയ്ക്ക് യാതൊരു കൂസലുമില്ലടി. നീ പറഞ്ഞതുപോലെ അമ്മ ഇപ്പം തുടങ്ങിയതാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ഈ കാര്യത്തിലൊക്കെ വളരെ എക്സ്പേർട്ടാണ്. നിന്നോട് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ആ, ഇപ്പോൾ ചേട്ടാ എനിക്ക് പറ്റില്ല. എനിക്കും അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഓക്കാനം വരും, ഛർദിൽ വരും. പിന്നെ എനിക്ക് പറ്റില്ല, തല കറങ്ങുന്നൊക്കെ പറയും. അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പനം തത്ത പച്ചക്കരിമ്പ് കഴിക്കുന്ന പോലെയാണ് അമ്മയുടെ മാധുര്യമായ ഭാവങ്ങൾ. അപ്പോൾ അമ്മയാണോ മിടുക്കി, നീയാണോ മിടുക്കി? നിങ്ങൾക്ക് ഈ കൂത്താട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തിനാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്? അവരുടെ ജീവിതം, അവരുടെ ഇഷ്ടങ്ങൾ. ഭർത്താവ് 1 മണിക്കൂർ വൈകി കഴിഞ്ഞാൽ നിനക്ക് എന്ത് പ്രശ്നമാണ്? അതിനും എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ അമ്മ പറഞ്ഞത് അന്യപുരുഷന്മാരുടെ കാര്യമാണ്. എടി, അന്യപുരുഷന്മാരാണെങ്കിലും ഭർത്താവാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്.
രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ എന്തുമാകാമെന്നേ. ഇത് രണ്ടുപേരാണോ? കൂട്ടമല്ലേ? ഇതെന്താ ചേട്ടാ? അത് കൂട്ടമോ ഒറ്റയ്ക്കോ എന്തെങ്കിലും ആയിക്കോട്ടെ, നിനക്കെന്താണ്? നിനക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ലല്ലോ. നിന്റെ കാര്യം ഇവിടെ നന്നായി നടക്കുന്നുണ്ട്. നീ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ നന്നായി നടന്നു പോട്ടെ. ഹസ്ബൻഡ് ഇല്ലാതെ ഇത്രയും വർഷം കഴിഞ്ഞതല്ലേ, അവർക്ക് കിട്ടിയൊരു അവസരമായിട്ട് വിചാരിച്ചു. അല്ലാതെ അവർക്കിപ്പോൾ പുറത്തു പോയിട്ട് ഒരാളെ നോക്കിയെടുക്കാൻ പറ്റുമോ? ഇവിടെ വന്ന 2 ലോട്ടറിയായിട്ട് നീ അങ്ങ് വിചാരിച്ചേക്കൂ. നിന്റെ അമ്മയെ നീ വെറുതെ വിടൂ. നീ എൻ്റെ കാര്യം ശ്രദ്ധിക്കേ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് വേണമെന്നറിയില്ല. ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. എന്നാലും എൻ്റെ ഹസ്ബൻഡ് എനിക്കിഷ്ടമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കുറച്ചൊക്കെ അനുസരിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ പിറ്റേ ദിവസം മുതൽ എൻ്റെ കൺമുന്നിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അമ്മ 2 പേരും അമ്മയുടെ മുറിയിൽ പോകുന്നു. പിന്നീട് എപ്പോഴാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല. അമ്മ രാവിലെ ആകുമ്പോഴേക്കും ഭയങ്കരമായി സംസാരിക്കുന്നു, ചിരിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസവും 3 ദിവസം വന്നുകൊണ്ടിരുന്ന അവന്മാർ ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് താമസിക്കാനും തുടങ്ങി. ഒരു ദിവസം രാത്രി അമ്മ എന്നോട് വന്ന് പറഞ്ഞു, നിനക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടെന്നറിയാം, പക്ഷേ നിനക്ക് കിട്ടുന്ന അവസരങ്ങൾ നീ നഷ്ടമാക്കരുത്. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, എടി, ജീവിതം ഒന്നേ ഉള്ളൂ, അത് മാക്സിമം ആസ്വദിക്കണം. നിന്റെ ഭർത്താവ് ഒരിക്കലും നീ വിചാരിക്കുന്ന പോലെ നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല. അവൻ്റെ ഉള്ളിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അവനെ നീ വെറുതെ കൂട്ടിൽ തളച്ചിടരുത്. അമ്മ എന്താണ് പറയുന്നത്? എന്താ പറയുന്നത് പറഞ്ഞാൽ പച്ചയ്ക്ക് പറയാം. അവനും ഇതേപോലെ നല്ല ആഗ്രഹങ്ങളുണ്ട്. പിന്നെ നിന്നെ പിടിച്ച് അടങ്ങിയിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്യുക, ഇവിടുള്ള സൗകര്യങ്ങൾ നീയും കൂടി അനുഭവിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകുന്നതായിരിക്കും ഇനി ഭാവിക്ക് നല്ലത്. അല്ലാതെ ഒരാളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് രസമാവില്ല എന്ന് പറഞ്ഞു. അമ്മ പിന്നീട് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തു, എടി, അമ്മ 2 പേരും എന്ത് തങ്കക്കുടം പോലുള്ള ചെക്കന്മാരാണ്. നിന്റെ ഭർത്താവിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവങ്ങൾ അവർക്കുണ്ട്. ആ ഭാവങ്ങൾ നിനക്കറിയാത്തത് കൊണ്ടാണ്. നീ ഇന്ന് ഒരു വട്ടം ഞാൻ റീക്വസ്റ്റ് ചെയ്യുകയാണ്, നീ പുതിയൊരു ഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ ചെയ്തതും നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എല്ലാം നീ ഓക്കെ ആണെന്ന് പറയും. ഇപ്പോൾ നിനക്കൊന്നും അറിയാത്തതുകൊണ്ടാണ് നീ വെറുതെ ഞങ്ങളെ കുറ്റം പറഞ്ഞതും വെറുക്കുന്നതും. ഇന്ന് ഒരു വട്ടം ഞാൻ പറയുന്ന പരീക്ഷണം നീ ഒന്ന് നടത്തി നോക്കൂ മോളെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി, ഒരു പ്രശ്നവുമില്ല. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും, അല്ലാതെ നിന്നെ നിർബന്ധിക്കുന്നില്ല. അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം, നിനക്ക് നിന്റെ ഇഷ്ടം. എനിക്ക് പക്ഷേ ഈ കാര്യത്തിലൊക്കെ സ്വതന്ത്രമായൊരു ചിന്താഗതിയാണ്. നിന്നെ ഓർത്ത് ഞാനത് നിയന്ത്രിക്കുന്നു എന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്കും ഒരു താല്പര്യം തോന്നുന്നത്. അതിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഒരാൾ, അയാളും ഞാനും കൂടി ഇന്ന് പത്തായപ്പുഴയിൽ പോയി നെല്ല് വാരി കുത്തി ഉണക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. അതിനുള്ളിൽ ഞാൻ മാത്രം നന്നായിരുന്നിട്ട് എന്ത് കാര്യമെന്ന് ഓർത്തു. പക്ഷേ അന്ന് പത്തായപ്പുഴയിൽ കയറിയപ്പോഴാണ് നെല്ല് കുത്തുന്നതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അമ്മയോടും ഹസ്ബൻഡിനോടുമുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്ക് തീർന്നു. പിന്നെ ഞങ്ങൾ 4 പേർക്കുമിടയിൽ എന്തൊരു സൗഹൃദമാണെന്നോ. ഇതിനിടയ്ക്ക് അമ്മ എന്നോട് അനുവാദം ചോദിച്ചു, എടി, ഇനി മരുമകനും ഞാനും കൂടി കുളിർപ്പൊയ്കയിൽ ഇറങ്ങി ഒന്ന് കുളിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇത്രയുമായി കഴിഞ്ഞാൽ ആകെ നനഞ്ഞാൽ കുളിരില്ലല്ലോ. ഞാൻ ഒന്നും മിണ്ടിയില്ല. അവരായി അവരുടെ പാടായി. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഒരു പൂരപ്പറമ്പായി മാറുകയായിരുന്നു. അവർ പോകും വരെ ഞങ്ങളുടെ വീട് കത്തിജ്വലിച്ചു നിന്നു. അബദ്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്തു. എനിക്കിനി ഒരു കുട്ടി വേണ്ട. അവർ പോവുകയും ചെയ്തു. മാഡം, ഇത് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ, തലകറക്കം. ആദ്യമൊന്നും കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും പിന്നീടാണ് ഞങ്ങൾ 2 പേർക്കും സംശയമായത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മാഡം വിശേഷങ്ങളിലേക്ക് കടക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്ന ആരെ കണ്ടു? പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഞെട്ടിപ്പോയി. എങ്കിലും നാട്ടിലുള്ള ഒരു ഡോക്ടർ പുള്ളിക്കാരൻ്റെ ബന്ധുവായിരുന്നു. അങ്ങനെ എല്ലാം പറഞ്ഞ് റെഡിയാക്കി കുറച്ചധികം ക്യാഷ് ചിലവാക്കേണ്ടി വന്നു ആ കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അമ്മ റെസ്റ്റിലാണ്. മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഇപ്പോൾ ഇത്തിരി കുറ്റബോധം തോന്നുന്നു മാഡം എന്നാണ് ഇതിൽ പറയുന്നത്. അതൊന്നും സാരമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചേരം മുഖത്ത് നോക്കി കഴിയുമ്പോഴേക്കും ഉള്ള ചമ്മലൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. ഇനി സൂക്ഷിക്കുക എന്നുള്ളതല്ലാതെ ഇത് നിർത്താൻ നിങ്ങൾക്ക് ഭാവമുണ്ടോയെന്ന് ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നുകിൽ നന്നാകണം, അതിനുള്ള ഒരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനി അബദ്ധങ്ങൾ സംഭവിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുകയുള്ളൂ.
കൂട്ടം കൂടി കുമ്മി ഇടിച്ചു കഴിഞ്ഞാൽ ഏത് കൊമ്പനും അവരെ തളയ്ക്കാൻ പറ്റുമോ? പറ്റില്ലാത്തൊരവസ്ഥയാണ്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ പുനർവിചിന്തനം നടത്തുക. കുറ്റബോധമുണ്ടെങ്കിൽ അത് നല്ല കാര്യമാക്കി നല്ല വഴിയിലേക്ക് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് ചെയ്യുമോയെന്നറിയാതെ ഈ ഒരു കഥ തന്നു കഴിഞ്ഞാൽ നമുക്ക് കഥ വായിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളറകളിലേക്ക് കടക്കാൻ നമുക്ക് പറ്റില്ല. കാര്യം നിങ്ങൾക്ക് മാറണമെന്നൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കാര്യം 50 വയസ്സിന് താഴെയല്ലേ, ചിലപ്പോൾ 60 വയസ്സാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കാം.